ഇന്നിപ്പോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വെല്ലപ്പുഴ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്കാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് കാലമായിട്ട് പഠിച്ച ഒരു സ്കൂളാണ്. ഇപ്പോഴും അതിലേക്ക് എത്താനും ഒരാഗ്രഹമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത്രയും നമ്മൾ ആ ഒരു ഓർമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. അപ്പൊ എന്തായാലും ആ സ്കൂളിന്റെ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പൊ ഞാൻ. അങ്ങനെ വന്നു നോക്കുമ്പോൾ നമ്മളൊരു പ്രിയ സുഹൃത്ത് സുബൈർ ചൂരക്കോടിനെ കാണാനിടയായി. അപ്പോ അവനോട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഇവിടെ വന്നതെന്ന്. അപ്പൊ അവൻ പറഞ്ഞു, സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയാലും നമുക്ക് ആ സ്കൂളൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പൊ ഇടയ്ക്കൊന്ന് ഫ്രീ കിട്ടിയപ്പോ ഒന്ന് ഗ്രൗണ്ടിലേക്ക് വന്നതാണ് പറഞ്ഞു. അപ്പൊ എന്നാ ഓന്റെ കുറച്ച് വിശേഷങ്ങൾ തിരക്കാന്ന് വിചാരിച്ചിട്ടാണ് അടുത്തേക്ക് വന്നത്. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സുബൈറിനോട് ചോദിക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോ തരംഗമായിട്ട് പോണത് ഈ വ്ളോഗും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ആളുകൾ ഇപ്പൊ ആ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വ്ളോഗുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം ഒന്ന് വ്യക്തം. നമ്മളെ ബെഡ്സ് സ്കൂളിന്റെ കാര്യം പറഞ്ഞ ഫസ്റ്റ് നമ്മൾ വീഡിയോ ഗെയിം ബെഡ്സ് സ്കൂളിന്റെ കാര്യങ്ങൾ കൊണ്ടത് അതിനൊക്കെ അറിയാൻ നീയും നിന്റെ ഫ്രണ്ട്സായ നവാബും സ്വർണ്ണറും കൂടിയാണ്. അങ്ങനെ നമ്മളിതിൽ എത്തിപ്പെടുന്നത് ഫസ്റ്റ് ടൈം ആയിട്ട്. പിന്നെ നമ്മൾ വണ്ടിയുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുതിരയുടെ ഇത് കച്ചവടം ഞാൻ എൻ്റെ മോനെല്ലാം വരെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് വണ്ടി കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു മുഖത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വണ്ടി കച്ചവടം നമ്മള് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നമുക്ക് ചോദിച്ചറിയാം. നമ്മൾ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ പുതിയ ഐറ്റംസ് വണ്ടിയൊന്നും നമ്മൾ ചെയ്യുക. നമ്മള് പഴയ വണ്ടികളാണ്, ജീപ്പ്, അംബാസഡർ, ഫിയറ്റ്, വിന്റേജ് വണ്ടികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. യമഹ, ബുള്ളറ്റ്, പഴയ വണ്ടികൾ മാത്രമാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കുതിര കച്ചവടം ഉണ്ട്. അങ്ങനെ പോലെ ചെയ്തു പോകണം. പിന്നെ ഇപ്പൊ നമ്മളെ മെയിൻ പരിപാടിയാണ് നമ്മൾ ഡ്രൈവിംഗ് ആണ്. വണ്ടി പോവാണ്, ഡ്രൈവറായി പോവാണ്. മെയിൻ വരുമാനം നമ്മൾ അത് തന്നെയാണ്. ഇത് സൈഡാന്ന് മാത്രം. അല്ല, ഇനിയിപ്പോ നമ്മളൊരു വീട്ടുകാരോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഒരു വണ്ടി ഉണ്ട് വിചാരിക്കുക. അപ്പൊ ഡ്രൈവർ ഇല്ലാന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് അവർക്ക് അങ്ങനെയുള്ള ഒരു സഹായം കൂടി നിങ്ങളെ ഒന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പിന്നെന്താ, നമുക്ക് പോകാലോ. അതിനെന്താ അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളെ രക്ഷാപ്രവർത്തനം മറ്റുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ നമുക്കറിയാം പല ആംബുലൻസുകളും പല സ്ഥാപനങ്ങളിലും പല ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ആംബുലൻസിൽ ചിലപ്പോൾ ചില ടൈമിൽ വിളിക്കുന്ന സമയത്ത് ഡ്രൈവറിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരാൻ പറ്റാത്ത സമയത്ത് വണ്ടി ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നിങ്ങളൊരു ഡ്രൈവറിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ പോവാന് തയ്യാറാണോ? തയ്യാറാണ്. അപ്പോ സുബൈർ നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടിയാണ്. അപ്പൊ എന്തായാലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ചൂരക്കോടുള്ള സുബൈറുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് സംസാരിച്ച് ചോദിച്ചറിഞ്ഞു നോക്കുമ്പോൾ സുബൈർ നമ്മളോട് പുതിയൊരു പരിപാടിയുടെ തുടക്കം കുറിച്ച് പറഞ്ഞു. നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാലോ എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ ഞാൻ അതിനെന്താ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതെന്താന്നുള്ളത് നമുക്ക് സുബൈർ തന്നെ പറയും, നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമ്മൾ വല്ലപ്പോഴും മെയിനായിട്ട് അറിയപ്പെടുന്നത് പോത്തുപൂട്ട് മത്സരം, കാളപൂട്ട് മത്സരമാണ്. അപ്പൊ നമ്മൾ അതിനോട് തന്നെ പാലക്കാട് ജില്ലയിൽ ഫസ്റ്റ് ആയിട്ട് തുടങ്ങാണ് വണ്ടിപ്പൂട്ട് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതിന്റെ നമ്മൾ ഡേറ്റും കാര്യങ്ങളൊന്നും വേറെ ഇതായിട്ട് വീഡിയോയിൽ നമ്മൾ അറിയിക്കും. എന്തായാലും വണ്ടിപ്പൂട്ട് നമ്മൾ പാലക്കാട് ജില്ലയിൽ വേറെ ആരും തുടങ്ങിയിട്ടൊന്നുമില്ല ഇതുവരെ. ഇല്ല, മലപ്പുറം ജില്ലയിലും പല ജില്ലകളുണ്ട്. പാലക്കാട് ജില്ലയിൽ ഫസ്റ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ പാലക്കാട് ജില്ല പറഞ്ഞു കഴിഞ്ഞാല് അതായത് വെല്ലപ്പുഴ പറഞ്ഞാൽ നമ്മളെ നാട്ടില് അപ്പൊ നമ്മളെ നാട്ടില് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അതിന്റെ പെർമിഷനും കാര്യങ്ങളും അതിന്റെ പേപ്പർ കാര്യങ്ങളും ചെയ്യേണ്ടത് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ സ്ഥലം ഡേറ്റും തീയതി നമ്മൾ അറിയിക്കണം. അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം വരും. എന്തായാലും അത് നമ്മൾ അറിയിക്കലാണ്. എന്തായാലും നല്ലൊരു ഉദ്ദേശമാണ്. കാരണം അത് എല്ലാവർക്കും ഒരു പ്രയോജനമാകുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം ഒരു എന്ത് നാട്ടിലായാലും കേരളത്തിലായാലും എവിടെയാണെങ്കിലും എന്തൊരു വെറൈറ്റി കൊണ്ടുവരിക എന്നുള്ളത് ഒരു കാര്യമാണ്. അങ്ങനെ കാളപൂട്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ ടൂർണമെന്റ്, അതേപോലെ ഈ വണ്ടിപ്പൂട്ട് അങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ കുട്ടികൾക്കും വലിയവർക്കും അത് കാണാൻ ഒരു ആവേശമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു കാലമാണ് ഇപ്പൊ കടന്നു പോകുന്നത്. അപ്പോ അവർക്കും കൂടി ഒരു പ്രയോജനമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി. അപ്പോ ഈ പരിപാടിക്ക് എല്ലാവിധ കാര്യങ്ങളും അത് അതിന്റെ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇങ്ങനൊരു വണ്ടിപ്പൂട്ടുമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പോ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരട്ടെ. അപ്പോ പേരും കാര്യങ്ങളൊന്ന് അറിയിച്ചു കൊടുത്തണം. എന്റെ പേര് സുബൈർ. എന്റെ വീട് ചൂരക്കോട് അത്താണി സ്ഥലം വരുന്നത്. നമ്മള് വണ്ടിപ്പൂട്ടിന്റെ കാര്യങ്ങളും ഡേറ്റും കാര്യങ്ങളും പിന്നെ ഒരു വീഡിയോയില് കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഓക്കെ, എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം.